നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ കൈകാര്യം ചെയ്തത് പ്രധാനമായിട്ട് ഈ തൊണ്ടയിൽ ഉള്ള ഈ സ്വനപാളികളെ പറ്റിയാണ്. ആ സ്വനപാളികളുടെ പ്രവർത്തനം, അവ വൈബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫലം എന്താണ്? നാദം പുറപ്പെടും. വൈബ്രേറ്റ് ചെയ്യാതെ അവ തമ്മിൽ അകന്ന് നിൽക്കുകയാണെങ്കിൽ നാദമില്ല. ആ സ്ഥിതിക്ക് ശ്വാസം എന്ന് പറയും. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു. ലോകത്തിലെ എല്ലാ ഭാഷകളിലും ഇങ്ങനെ ഈ സ്വനപാളികൾ വൈബ്രേറ്റ് ചെയ്തുകൊണ്ട് ഉച്ചരിക്കുന്ന നാദിസ്വനങ്ങളും സ്വനപാളികൾ വൈബ്രേറ്റ് ചെയ്യാതെ ഉച്ചരിക്കുന്ന ശ്വാസിസ്വനങ്ങളും ഉണ്ട്. ഇതില്ലാത്ത ഒരു ഭാഷ, ഈ വ്യത്യാസമില്ലാത്ത ഒരു ഭാഷയും ഇല്ല. പിന്നെ മനുഷ്യൻ സംസാരിക്കുമ്പോൾ ഒരു ആധാരശ്രുതി എന്ന് പറയുന്ന ഒന്ന് ഉണ്ട്. ഒരു സ്ത്രീ ഒരു കാര്യം പറയുന്നു, അതേ വാക്യം തന്നെ പുരുഷൻ ഉച്ചരിക്കുന്നു, പിന്നെ ഒരു കൊച്ചു കുട്ടിയും ഉച്ചരിക്കുന്നു. 3 പേരുടെയും ഈ ആധാരശ്രുതി വ്യത്യസ്തം ആയിരിക്കും. ഒരേ കാര്യമായിരിക്കും പറയുന്നത്, പക്ഷേ ആധാരശ്രുതി വ്യത്യസ്തമായിരിക്കും. അങ്ങനെ വ്യത്യസ്തമായാൽ മാത്രമേ അവരുടെ വ്യക്തിത്വം, അവരുടെ ഭാഷണത്തിലുള്ള അവരുടെ വ്യക്തിത്വം തെളിഞ്ഞ് കേൾക്കാൻ സാധിക്കുക ഉള്ളൂ. ഇത് ഒരു വസ്തുത. പിന്നെ വേറൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സ്വനപാളികൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ശ്വാസനാളം, ശ്വാസകോശങ്ങൾ, ആ ശ്വാസകോശങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ട്രക്കിയ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ശ്വാസനാളം, ആ ശ്വാസനാളത്തിൻ്റെ മുകളിൽ ആണ് ഉള്ള ഒരു ഭാഗം ആണ് വാസ്തവത്തിൽ ഈ സ്വനപാളികളുടെ സ്ഥാനം. ഈ സ്വനപാളികൾ ഈ ശ്വാസനാളത്തിന് മുകളിലുള്ള അടിത്തട്ടും മേൽത്തട്ടുമില്ലാത്ത ഒരു പേടകം, ഒരു പെട്ടി, അടിത്തട്ടും മേൽത്തട്ടും ഇല്ലാത്ത ഒരു പെട്ടി പോലെയാണെന്ന് വേണമെങ്കിൽ ആലങ്കാരികമായിട്ട് പറയാം. പക്ഷേ പെട്ടി പോലെയൊന്നും പറയാറില്ല എങ്കിലും പല ആളുകളും അതിന് സ്വനപേടകം എന്നൊക്കെ പറയും. അതെന്താണെന്ന് വെച്ചാൽ സൗണ്ട് ബോക്സ് എന്ന് ഉള്ളതിൻ്റെ തർജ്ജിമയായിട്ട് ഈ വാക്ക് പല ആളുകളും ഉപയോഗിക്കാറുണ്ട്. പക്ഷേ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മതി. ഈ തൊണ്ടയിൽ തന്നെ ഈ സ്വനപേടകം എന്ന് പറയുന്ന ആ ഭാഗത്തിന് ഒരു വാക്കുണ്ട്. സാങ്കേതിക പദമാണ് കൃഗം എന്നാണ് പറയുക. പക്ഷേ കൃഗം എന്ന വാക്ക് പുസ്തകങ്ങളിലെല്ലാം കണ്ടാൽ നിങ്ങൾ ആരും അമ്പരന്ന് പോകരുത്. വാസ്തവത്തിൽ കൃഗം എന്ന് പറയുന്നത് ഈ സൗണ്ട് ബോക്സ് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ രൂപം മാത്രം ആണ്. ഈ കൃഗത്തിലെ സ്വനപാളികൾ തമ്മിൽ അടുപ്പം അവയ്ക്ക് വളരെ ഉണ്ടെങ്കിൽ ഈ വായു പുറത്തേക്ക് വരുമ്പോൾ ഈ സ്വനപാളികൾ വൈബ്രേറ്റ് ചെയ്യും. അവ തമ്മിൽ അകലമുണ്ടെങ്കിൽ ഈ സ്വനപാളികൾ വൈബ്രേറ്റ് ചെയ്യില്ല. വായു നേരെ മുകളിലേക്ക് ഇങ്ങ് പോരും. ഇത് മുകളിലേക്ക് വായു വരുന്നു എന്ന് ഞാൻ പറയുന്നത്, മലയാളത്തിൽ നമ്മുടെ ഭാഷണ സ്വനങ്ങളൊക്കെ ഉച്ഛ്വാസവായുവിൻ്റെ ഉപോൽപ്പന്നങ്ങളായതുകൊണ്ടാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ പുറത്തേക്ക് വരുന്ന വായു ഉപയോഗിച്ചാണ് നമ്മൾ സ്വരങ്ങളും വ്യഞ്ജനങ്ങളുമൊക്കെ ഉച്ചരിക്കുന്നത്. ആഫ്രിക്കയിലൊക്കെ ചില ഭാഷകളുണ്ട്, അതിൽ അവ അകത്തേക്ക് വായു പോകുന്ന സമയത്ത് ഉച്ചരിക്കുന്ന, അല്ലെങ്കിൽ അകത്തേക്ക് പോകുന്ന വായു ഉപയോഗിച്ച് ഉച്ചരിക്കുന്ന സ്വരങ്ങളും ഉണ്ട്. അതിനെപ്പറ്റി ഇപ്പം നമ്മൾ മലയാളത്തിലെ ഉച്ചാരണ സ്വരങ്ങളെപ്പറ്റി സംസാരിക്കുമ്പോൾ ആഫ്രിക്കൻ ഭാഷകളിലെ ഉച്ചാരണ സ്വരങ്ങളെപ്പറ്റി പറഞ്ഞു തുടങ്ങിയാൽ നമ്മളെങ്ങും എത്തുകയില്ല. അതുകൊണ്ടാണ് അതിനെപ്പറ്റി ഒന്നും ഇപ്പം ഞാൻ പറയാത്തത്. ഈ നാദികളായിട്ടുള്ള സ്വരങ്ങൾ
എന്ന് പറയുന്നത് ഇന്നിന്നതൊക്കെയാണെന്ന് ഏതാണ്ട് നമുക്ക് പിടികിട്ടി. ഗജടദബ എന്ന് സാധാരണ വ്യാകരണ പുസ്തകങ്ങളിൽ കാണുന്ന ഒരു 5 വ്യഞ്ജനങ്ങളുണ്ടല്ലോ, മൃദുക്കൾ എന്നുള്ള പേരിൽ, അവയെല്ലാം നാദികളാണ്. ഗ ജ ഡ ദ ബ. അതേസമയത്ത് ഇനി കാക്ക് കചടതപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നാദികളല്ല, അവ ശ്വാസികളാണ്. ഇനി വേറൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഈ അനുനാസികങ്ങളെന്ന് പറഞ്ഞല്ലോ, ഗഞനനമ എന്ന് പറഞ്ഞത്. ഗഞനനമ എന്ന് ഞാൻ പറയുന്നത്, ഞാൻ ആദ്യം ചർച്ചയിൽ തൊണ്ടയ്ക്കകത്ത് നിന്ന് അല്ലെങ്കിൽ വായുടെ ഏറ്റവും ഉൾഭാഗത്ത് നിന്ന് പുറത്തേക്ക് വരുന്ന രീതിയിലല്ല, വായുടെ പുറത്ത് പുറകിൽ ഏറ്റവും പുറത്ത് നമുക്ക് കാണാവുന്ന ചുണ്ടുകൾ ഉപയോഗിച്ച് ഉച്ചരിക്കുന്ന സ്വരങ്ങളിൽ നിന്ന് അകത്തേക്ക് പോകുന്ന ഒരു രീതിയാണ് ഞാൻ സ്വീകരിച്ചത്. അതെന്തുകൊണ്ട് എന്ന് പിന്നെ നമുക്ക് ഒരിടത്ത് വെച്ച് കാണാൻ സാധിക്കും. അത് സ്വനവിജ്ഞാനത്തെപ്പറ്റി വിശദമായിട്ട് നമ്മൾ സംസാരിക്കാൻ ഇടവരികയാണെങ്കിൽ അപ്പോൾ പറയുന്നതായിരിക്കും ഉചിതം. പിന്നെ നമുക്ക് കാണാവുന്ന വേറൊരു കാര്യവും കൂടിയുണ്ട്. ഒരു പായുണ്ടെങ്കിൽ ആ പായുടെ കൂടെ അതിൻ്റെ തൊട്ടടുക്കൽ ഭ കൂടി കാണും. ഫലം എന്ന് എഴുതുമ്പോൾ പാ എഴുതിയിട്ട് അത് ഉള്ളിലേക്ക് വരുമ്പോൾ എഴുതി കാണിക്കുമ്പോൾ അങ്ങനെയാണ് ഫലം എന്നും ഫണം എന്നും ഒക്കെ ഉള്ള വാക്കുകളിലാണ് അത് വരിക. അപ്പോൾ ഈ ഭായും പായും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പാ ഉച്ചരിക്കുമ്പോൾ 3 ഘട്ടങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു, ഓർമ്മ കാണും നിങ്ങൾക്ക്. ഒന്ന്, താഴത്തെ ചുണ്ട് മേലോട്ട് വരിക എന്ന് പറയുന്ന ഒരു ഘട്ടം. അത് കഴിഞ്ഞിട്ട് താഴത്തെ ചുണ്ട് മുകളിലത്തെ ചുണ്ടിൽ തൊട്ടിരിക്കുക എന്ന് പറയുന്ന 2ാം ഘട്ടം. 3ാമത്തെ ഘട്ടത്തിൽ ആണ് താഴത്തെ ചുണ്ട് മുകളിലത്തെ ചുണ്ടിൽ നിന്ന് വിട്ടുമാറുക എന്ന് പറയുന്നത്. ഈ വിട്ടുമാറുന്ന സന്ദർഭത്തിൽ പുറത്തേക്ക് വരുന്ന വായു കുറച്ച് മാത്രമേ ഉള്ളൂ എങ്കിൽ ആണ് പാ വരിക. കൂടുതൽ വായു പുറത്തേക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ വായുവിൻ്റെ മർദ്ദം ചുണ്ടുകളുടെ പിറകിൽ ഇങ്ങനെ തടിച്ചുകൂടുന്ന വായുവിൻ്റെ മർദ്ദം വളരെ കൂടുതലാണെങ്കിൽ താഴത്തെ ചുണ്ട് മുകളിലത്തെ ചുണ്ടിൽ നിന്ന് വേർപെടുമ്പോൾ വലിയ ശക്തിയോടുകൂടി കൂടുതൽ വായു പുറത്തേക്ക് പെട്ടെന്ന് വരും. ഒരു സ്ഫോടനം വരെ അതിൽ ഉണ്ടാകുന്നു എന്നാണ് നമുക്ക് സ്വനശാസ്ത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളൊരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് അതിൻ്റെ അടുക്കൽ വെച്ചിട്ട് പ എന്ന് പറയുന്നതും ഭ എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെഴുകുതിരിയിലെ നാളം കാര്യമായിട്ട് ചലിക്കുകയില്ല. ഭ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ മെഴുകുതിരി കെട്ടുപോയി എന്നും കൂടെ വരും. അപ്പോൾ ഭ ഭ ഭ ഭ ഭ ഭ പ പ പ പ. പാലമെന്ന് പറയുന്നതും ഫാലം എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഫലം എന്ന് പറയുന്നതും ഫലം എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. പണം എന്ന് പറയുന്നതും ഫണം എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ ഭ എന്ന് പറയുന്നത് ഇംഗ്ലീഷിലാണെന്നുണ്ടെങ്കിൽ ആസ്പിറേറ്റഡ് ആണ് എന്ന് പറയുക. സംസ്കൃത രീതിയിൽ ഉള്ള വ്യാകരണങ്ങളിലൊക്കെ കാണുക മഹാപ്രാണം എന്നൊരു വാക്ക് ഉപയോഗിക്കും. മഹാപ്രാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കൂടുതൽ വായു പുറത്തേക്ക് പെട്ടെന്ന് വരുന്നു, നല്ല ശക്തിയോടുകൂടി ഉച്ചരിക്കുന്നു എന്നാണ് അതിൻ്റെ പിറകിലുള്ള ആശയം. അതുകൊണ്ടാണ് പ ഭ എന്ന് പറയുന്നത്.